മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ, വൈദ്യുതി കടത്തിവിടുന്ന ഒരു ചാലകം അല്ലെങ്കിൽ കണ്ടക്ടർ എന്ത് ചെയ്യുന്നു? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ ആ പറയുന്ന കണ്ടക്ടറിൽ എന്തുണ്ടാകുന്നു? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ ഫോഴ്സ് കാരണം അതെന്ത് ചെയ്യും? ചലിക്കും അല്ലേ. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒരു കാന്തം ഓൾറെഡി ഉണ്ട്, അതിനൊരു കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡുണ്ട്. അവിടെ മറ്റൊരു കണ്ടക്ടർ വന്നിരിക്കുകയാണ്. ആ കണ്ടക്ടറിലൂടെ കറണ്ട് പോകുമ്പോൾ അതും എന്താണ്? ഒരു മാഗ്നറ്റ് ആണ്. സോ ബേസിക്കലി രണ്ട് കാന്തങ്ങൾ അവിടെ ഉണ്ട്. ഈ കാന്തങ്ങൾക്കിടയിൽ എന്തുണ്ടാകും? അട്രാക്ഷനോ റിപ്പൾഷനോ അങ്ങനെ എന്തെങ്കിലും പരസ്പരം ഒരു ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലേ. 3 വിരലുകളെ പരസ്പരം പെർപെൻഡിക്കുലറായിട്ട് പരസ്പരം 90 ഡിഗ്രി ആംഗിൾ പിടിച്ചു വെച്ചാൽ ചൂണ്ടുവിരൽ എന്തിനെ കാണിക്കും? മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കും. മിഡിൽ ഫിംഗർ അല്ലെങ്കിൽ മൂന്നാമത്തെ ഫിംഗർ എന്തിനെ കാണിക്കും? കറണ്ട് ഫ്ലോ ഡയറക്ഷനെ കാണിക്കും. കറണ്ട് ഒഴുകുന്ന ദിശയെ കാണിച്ചാൽ പെരുവിരൽ അല്ലെങ്കിൽ തമ്പാണ് എന്ത് ചെയ്യുന്നത്? എങ്ങോട്ടാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് കാണിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രിക് മോട്ടോർ എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. അപ്പോൾ ബേസിക്കലി ഇലക്ട്രിക് മോട്ടോറിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് പഠിക്കാനായിട്ട് പോകുന്നത്. പറയുമ്പോൾ എളുപ്പമാണെങ്കിലും ഇച്ചിരി പാടാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സ്പെരിമെൻ്റ് നോക്കാം. അപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു റീലൊന്ന് കണ്ടു നോക്കിക്കോ. കാണുന്നുണ്ടോ? അയ്യോ, ഒരു പാട്ടും ട്യൂണും ഒക്കെ ഉണ്ട്. കണ്ടോ? ഒരു കോയിൽ ഇവിടെ എടുത്ത് വെച്ചേക്കുകയാണ്. കണ്ടോ? ഇവിടെ ഇരുമ്പ് കൊണ്ട് എന്ത് ചെയ്തേക്കുകയാണ്? ഒരു കോയിൽ ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. 2 കണ്ടക്ടർ ഉണ്ട്, 2 അറ്റത്ത് 2 പിന്നുണ്ട്, ഒരു ബാറ്ററിയും ഉണ്ട്. നമ്മളതിന് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഉരുക്കി വെച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാന്തമാണ് ഈ വെച്ചത്. ഇതൊരു കാന്തമാണ് വെച്ചത്. ഒരു കാന്തത്തിന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സൗണ്ട് അത് നിർത്തിട്ട് കാന്തത്തിന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കോയിൽ വെച്ചപ്പോൾ കോയിൽ ഇതുപോലെ കിടന്ന് കറങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ബേസിക്കലി ഇതെന്താണ്? ഇതൊരു മോട്ടോറാണ്. ഈ ഉദാഹരണം അല്ലെങ്കിൽ ഈ എക്സ്പെരിമെൻ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചേക്കുന്നത്. കണ്ടോ? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കോയിൽ നിങ്ങൾ എടുക്കുക. ഇതാണ് ഒരു കോയിൽ. ഓക്കെ, കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിൽ. അതിൻ്റെ 2 വയറുകളാണ് ഈ കാണുന്നത്. അതിൻ്റെ ഈ ഭാഗത്തെയും ഈ ഭാഗത്തെയും ഇൻസുലേഷൻ കളഞ്ഞിട്ട് ഒരു പിന്ന് വെച്ചിട്ട് അതിൽ നമ്മൾ ബാറ്ററി കൊടുക്കുന്നു, താഴെ ഒരു കാന്തം വയ്ക്കുന്നു. സോ ബേസിക്കലി എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. കാന്തത്തിൽ നിന്നും എന്തുണ്ടാകും? ഒരു ഫീൽഡ് ഉണ്ടാകും. അല്ല, എന്തുണ്ടാകും? ഒരു ഫീൽഡ് ഉണ്ടാകും. ഉണ്ടാകുമല്ലോ, ഉണ്ടാകും. അവിടെയാണ് എന്തിരിക്കുന്നത്? കറണ്ട് ഫ്ലോ ഇങ്ങോട്ടാണ്. കറണ്ട് ഫ്ലോ ഇങ്ങോട്ടാണ് അല്ലേ. അപ്പോൾ എന്ത് പറ്റും? ഒരു ഫോഴ്സ് ഉണ്ടാവും അപ്പുറത്തും. ഇതൊരു കോയിലായതുകൊണ്ട് തന്നെ എന്തുണ്ടാകും? നമ്മൾ സാധാരണ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു കറണ്ട് ക്യാരിയിങ് കോയിലിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതനുസരിച്ച് എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് ഇത് കറങ്ങും. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന പ്രോസസ്സ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോട്ടോർ തത്വം അല്ലെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. ഈ ഉദാഹരണം ഞാൻ ഇനി ഈ എക്സാമ്പിൾസിൻ്റെ പോയിന്റ് ഞാൻ ഇവിടെ വായിച്ചു തരേണ്ട ആവശ്യമുണ്ടോ? ആ പറയുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് സംഭവം. വാട്ട് ഡു യു ഒബ്സർവ് വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ? എന്ത് പറ്റും? ദ കോയിൽ വിൽ എന്ത് പറ്റും? റൊട്ടേറ്റ്. കോയിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. വൈ ഡസ് ദ കോയിൽ റൊട്ടേറ്റ് വെരി ഫാസ്റ്റ്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദർ ഈസ് എ ഫോഴ്സ് അല്ലേ. കോയിലിൽ എന്ത് പറ്റും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഈ ഫോഴ്സ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇരിക്കുമ്പോൾ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. അതാണ് സംഭവം. അതുകൊണ്ട് നമ്മൾ ഈ തത്വത്തിന് വിളിച്ച പേര്, ഇതുകൊണ്ട് മോട്ടോർ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് ഈ തത്വത്തെ വിളിച്ച പേര് മോട്ടോർ പ്രിൻസിപ്പൾ. എന്താ മോട്ടോർ പ്രിൻസിപ്പൾ? എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വിച്ച് ഈസ് ഫ്രീ ടു മൂവ്. കണ്ടോ? ഇവിടെ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈ പിന്നിൻ്റെ എൻഡിൽ വെച്ചേക്കല്ലേ, അത് മൂവ് ചെയ്യാൻ പറ്റത്തില്ലേ? പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. ഈ കാന്തത്തിന് കാരണം ഇവിടെ ഒരു കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. എന്ത് പറ്റും? എക്സിബിറ്റ് എ ടെൻഡൻസി ടു ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റും. സോ ആ ഡിഫ്ലക്ഷനെ നമ്മൾ ഒരു റൊട്ടേഷനിലോട്ട് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് കറങ്ങും. ഇതിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ തത്വം അല്ലെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ. മോട്ടോർ തത്വം അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ പോയിന്റായിട്ട് പറയാം. എന്താണ് ഹൗ ഡസ് എൻ ഇലക്ട്രിക് മോട്ടോർ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയണം എന്താണ്? മോട്ടോർ പ്രിൻസിപ്പളിലൂടെ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വിച്ച് ഈസ് ഫ്രീ ടു മൂവ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സിബിറ്റ് എ ടെൻഡൻസി ടു ഡിഫ്ലക്ട്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോട്ടോർ തത്വം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു മോട്ടോർ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? പറഞ്ഞേ. ഒരു മോട്ടോർ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം എന്നിൽ നമുക്ക് ബാക്കി പഠിക്കാം. നമുക്കറിയാം ഒരു മോട്ടോർ ഉണ്ടാക്കണമെങ്കിൽ അവിടെ ആദ്യം എന്ത് വേണം? ഒരു കാന്തം വേണം അല്ലേ, ഒരു മാഗ്നറ്റ് വേണം. ഒരു മാഗ്നറ്റ് എന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റ് പോരാ, അതിലൊരു നോർത്ത് പോൾ ഉണ്ടാകണം അല്ലേ, ഒരു സൗത്ത് പോൾ ഉണ്ടാകണം. നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. അപ്പോൾ ഒരു മാഗ്നറ്റിക് പോൾ വേണം. ഇനി
ഇതുവഴി കറണ്ട് പോകാൻ ഒരു കണ്ടക്ടർ വേണ്ടേ? ഈ കണ്ടക്ടറിനാണ് നമ്മൾ ആർമേച്ചർ എന്ന് വിളിക്കുന്നത്. വേറൊന്നുമില്ല, ഒരു പൈപ്പിന് ചുറ്റും ഇങ്ങനെ നമ്മൾ കമ്പിച്ചുരുളുകൾ ഇങ്ങനെ ചുരുട്ടി വെച്ചാൽ ഈ കിട്ടുന്ന സാധനത്തിൻ്റെ പേരെന്താണ്? ഒരു ആർമേച്ചർ എന്നാണ്. അപ്പോൾ കമ്പിച്ചുരുളുകൾ അല്ലെങ്കിൽ എന്താണത്? കണ്ടക്ടർ. വേറൊന്നുമില്ല, അതിന് ആർമേച്ചർ എന്ന് വിളിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ട് അതിലിങ്ങനെ കമ്പി ചുരുട്ടി വെച്ചേക്കുന്നത് കൊണ്ട് ഈ സാധനത്തിന് ആർമേച്ചർ എന്ന് വിളിക്കും. അത്രയേ ഉള്ളൂ. ഇനിയാണ് സംഭവം, നമുക്ക് റൊട്ടേഷനാണ് ആവശ്യം. നമുക്ക് എന്താ ആവശ്യം? കറങ്ങുന്ന മൂവ്മെൻ്റ് ആണ് ആവശ്യം. അപ്പോൾ കറങ്ങണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഈ പറയുന്ന കണ്ടക്ടർ കറങ്ങണമെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി. ഞാനൊരു കണ്ടക്ടർ ഇങ്ങനെ വെച്ചേക്കുകയാണേ, ഒരു കണ്ടക്ടർ ഞാനിങ്ങനെ വെച്ചേക്കുക. ഈ കണ്ടക്ടർ ഞാൻ ഒരു വയർ പിടിച്ച് കൊടുത്തേക്കുന്നു എന്ന് വിചാരിക്കുക. സാധാരണ നമ്മളിപ്പോൾ കണ്ട പോലെ വയർ പിടിച്ച് കൊടുത്തേക്കുന്നു. ഈ കണ്ടക്ടർ കറങ്ങുമ്പോൾ ഈ വയറും കിടന്ന് കറങ്ങിയത് കുരുങ്ങത്തില്ലേ? അപ്പോൾ കുരുങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു സ്പ്ലിറ്ററിങ്, കുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളൊരു റിങ് പോലെയുള്ള ഒരു കണ്ടക്ഷൻ അല്ലേ, ഒരു എലമെൻറ്റ് കൊണ്ടുവരും. ഉദാഹരണം ഇവിടെ കണ്ടോ, പിന്നിൻ്റെ ഈ പറയുന്ന എൻഡാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ, അത് റൗണ്ട് അല്ലേ, റിങ് പോലെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ റിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കറണ്ട് കൊടുക്കാനായിട്ട് ഒരു പ്രത്യേക അറേഞ്ച്മെൻറ്റ് വേണം. ഈ അറേഞ്ച്മെൻറ്റ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അറേഞ്ച്മെൻറ്റിൽ ഒരുപാട് ട്വിസ്റ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തൊക്കെ? ഗ്രാഫൈറ്റ് ബ്രഷും അതുപോലെ എന്താണ്? സ്പ്ലിറ്ററിങ് കമ്മ്യൂട്ടേറ്ററും. ഗ്രാഫൈറ്റ് ബ്രഷും സ്പ്ലിറ്ററിങ് കമ്മ്യൂട്ടേറ്ററും. ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കിക്കോ, നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇത് ഇങ്ങനെ നിങ്ങൾ കാണുന്ന ഇതാണ് ഒരു ഇലക്ട്രിക് മോട്ടോറിൻ്റെ ബേസിക് ചിത്രമായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ഇതിലെന്തൊക്കെ കാണാം? നോർത്ത് സൗത്ത് എന്ന് പറയുന്ന മാഗ്നറ്റിക് പോൾ കാണുന്നുണ്ടോ? ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത്. ഞാൻ നേരത്തെ വരച്ചതുപോലെ അല്ലേ, നോർത്ത്, ഇപ്പുറത്തായിട്ട് സൗത്ത്. അടുത്ത ആർമേച്ചർ, ABCD ആർമേച്ചർ. കണ്ടോ, ആർമേച്ചറോട് ശ്രദ്ധിച്ചു നോക്കി എല്ലാവരും. A കണ്ടോ, ABCD എന്ത് ഷേപ്പിലായിരിക്കുന്നത്? ഒരു സ്ക്വയർ പോലത്തെ ഒരു ഷേപ്പിലായിരിക്കുന്നത് അല്ലേ. ഈ ഒരു ഷേപ്പിലായിരിക്കുന്നത്. ഇതിൽ ഈ പോയിന്റിനെ A എന്ന് വിളിച്ചു, ഇതിനെ B എന്ന് വിളിച്ചു, ഇതിനെ C എന്ന് വിളിച്ചു, ഇതിനെ D എന്ന് വിളിച്ചു. ഇവിടുന്ന് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. ഇവിടുന്ന് 2 കാലുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. ആ കാലുകൾ വന്നിരിക്കുന്ന ഭാഗം അറേഞ്ച്മെൻറ്റോടൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ എന്താ കാണുന്നതെന്ന് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതോ യൂട്യൂബ് ചാനലിൽ ഇട്ടതാണ്. കോപ്പിറൈറ്റ് വന്ന് എനിക്ക് പണി കിട്ടുമെന്ന് അറിയത്തില്ല. ഇവിടെ നോക്കടാ, കണ്ടോ, ഈ 2 കാലുകൾ പോലെ ഇരിക്കുന്ന സാധനം കണ്ടോ. ഞാൻ എൻ്റെ മൗസ് പോയിന്റിലോട്ട് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഐഡിയ കിട്ടും. കണ്ടോ, ഇത് A, ഞാനിപ്പോൾ ഈ റൗണ്ട് ചെയ്യുന്ന ഭാഗം A, ഇത് B, ഇത് C, ഇത് D. അതിൽ നിന്ന് കാല് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു റിങ് പോലത്തെ സാധനം വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേക്കുകയാണ്. കണ്ടോ, ഒരു റിങ് പോലത്തെ സാധനം വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേക്കുകയാണ്. പക്ഷേ ഈ റിങ്ങുകൾ പരസ്പരം ടച്ച് ചെയ്യുന്നില്ല, നടുക്കൊരു സ്പ്ലിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ. കണ്ടോ, R1 ആൻഡ് R2 എന്താ വിളിക്കുന്നത്? സ്പ്ലിറ്റ് റിങ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഈ റിങ്ങിൻ്റെ നടുക്ക് ഗ്യാപ്പ് കണ്ടോ, സ്പ്ലിറ്റ് ആയിരിക്കുന്ന, എൻ്റെ കൈ നോക്കി, ഇങ്ങനെ ഇരിക്കുന്ന 2 ഭാഗങ്ങളാണുള്ളത്. സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ. ഇതിൽ ഇവിടെ നിന്നും ഒരു കാല് പോവും, ഇവിടെ നിന്നും ഒരു കാല് പോവും, ഇതിങ്ങനെ പിടിച്ചിരിക്കും. ഇനി ഈ റിങ്ങിൽ നിന്നും ഒരു സാധനം ഇപ്പുറത്തോട്ട് ഇരിപ്പുന്നുണ്ട്. കണ്ടോ, മൗസ് പോയിന്റിലോട്ട് നോക്കിയേ, കഴ്സറിലോട്ട് നോക്കിയേ, കറുത്തൊരു സാധനം. ഇതിൻ്റെ പേരാണ് ബ്രഷ്. എന്താ? ബ്രഷ്. അപ്പോൾ ഈ ബ്രഷ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഷ് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന സാധനം അല്ലേ. എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ പല്ലും ഈ ബ്രഷും എപ്പോഴും ഉരഞ്ഞു നീങ്ങും. അതുപോലെ ഈ പറയുന്ന ഈ റിങ്ങും ഇവിടെ ഇരിക്കുന്ന ബ്രഷും തമ്മിൽ എപ്പോഴും എന്ത് ചെയ്യും? ഇങ്ങനെ ഉരഞ്ഞു പോകും. സംശയമുണ്ടോ? ഈ വർക്കിങ്ങിലോട്ടൊന്ന് ശ്രദ്ധിച്ചേ. കണ്ടോ, ഇവിടെ നോക്കിക്കോളണേ. ഈ റിങ് കറങ്ങുന്ന മോഷനാണ്. ഇവിടെ കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് കാണാം. കണ്ടോ, കറങ്ങുമ്പോൾ ശ്രദ്ധിച്ചേ. കറങ്ങുമ്പോൾ ശ്രദ്ധിച്ചേ. എന്താ? കണ്ടോ, ബ്രഷിലോട്ട് നോക്കിയേ. ബ്രഷ് അനങ്ങുന്നില്ല, പക്ഷെ റിങ് അതിൽ തൊട്ട് കറങ്ങി പോകുന്നുണ്ട് അല്ലേ. റിങ് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? തൊട്ട് കറങ്ങി പോകുന്നുണ്ട്. കാണുന്നുണ്ടോ? അപ്പോൾ ഈ ബ്രഷ് എന്ന് പറയുന്നത് ഒരു സ്ലൈഡിങ് കോണ്ടാക്ട് എന്ന് പറയാം. കണ്ടോ, സ്ലൈഡിങ് കോണ്ടാക്ട് എന്ന് പറയാം. ഇങ്ങനെ കറങ്ങി പോകും. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, എന്താണ്, ഇതിൻ്റെ പൊസിഷനും മാറുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ പൊസിഷനും എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. ഇപ്പം ആദ്യം ഈ റിങ് ഇരിക്കുന്നു, ഈ റിങ് ഈ ബ്രഷുമായിട്ട്, ഈ ഇപ്പുറത്തെ റിങ് അടുത്ത ബ്രഷുമായിട്ട് കണക്റ്റ് ആയിരിപ്പുണ്ട്. കറങ്ങി തുടങ്ങി കഴിയുമ്പോൾ എന്ത് പറ്റി? അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന കണ്ടായിരുന്നു നിങ്ങൾ? ശ്രദ്ധിച്ചു നോക്കിയോ. കണ്ടോ, ഒരു ട്വിസ്റ്റായപ്പോൾ എന്ത് പറ്റി? ഇപ്പുറത്തുള്ളവൻ ഇടത്തുള്ളവൻ വലത്തായി, വലത്തുള്ളവൻ ഇടത്തായി. ഇത്രയും കാര്യമൊക്കെയാണല്ലോ. ഇനി കാര്യത്തിലോട്ട് വരാം. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് വരാം. കണ്ടല്ലോ, പാർട്സ് ഒക്കെ ഐഡിയ കിട്ടി കാണുമല്ലോ എല്ലാവർക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട്? 2 കാന്തികമുണ്ട് അല്ലേ, മാഗ്നറ്റിക് പോൾസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണത്? നോർത്ത് പോളും സൗത്ത് പോളും. അപ്പോൾ നിങ്ങൾക്കറിയാം, നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്.
ഇനി കറണ്ട് കൊടുക്കേണ്ട ഒരു പ്രത്യേക അറേഞ്ച്മെൻ്റ് ഉണ്ട്, അതാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. അതിങ്ങനെ ABCD എന്നും പറഞ്ഞിരിക്കും. ഓക്കെ, ഇനി ബ്രഷുകളുണ്ട്. ബ്രഷ് B1 B2 കണ്ടോ, ഇവിടുത്തെ ബ്രഷിനെ B1 എന്ന് വിളിച്ചു, ഓപ്പോസിറ്റ് ബ്രഷിനെ B2 എന്ന് വിളിച്ചു. അതായത് ഇപ്പം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു റിങ്, ഇതൊരു റിങ്, ഈ റിങ്ങുമായിട്ടിരിക്കുന്ന ബ്രഷ്, ഇത് മറ്റൊരു റിങ്, ഇത് മറ്റൊരു റിങ്, ഈ റിങ്ങുമായിട്ടിരിക്കുന്ന ബ്രഷ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ B1 എന്ന് വിളിച്ചാൽ ഈ ബ്രഷിനെ ഞാൻ B2 എന്ന് വിളിക്കും, ഈ റിങ്ങിനെ ഞാൻ R1 എന്ന് വിളിച്ചാൽ ഇതിനെ എന്ത് വിളിക്കും, R2 എന്ന് വിളിക്കും. ഓക്കെ ആണോ? പാർട്സ് എല്ലാവർക്കും പിടികിട്ടി കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പാർട്സ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, പാർട്സ് എന്ത് ചെയ്യാം, ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, സൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അറിയാമല്ലോ സെറ്റപ്പുകൾ കുറവാണ്, ലോക്കൽ സെറ്റപ്പിലാണ് ചെയ്യുന്നത്, ഐപാഡൊന്നുമില്ല, അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. നോക്കൂ, കാണുന്നുണ്ടോ? എന്തൊക്കെ കാണുന്നുണ്ട്? കാന്തം അല്ലേ, ഇതാ കണ്ടോ, ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കാന്തം, അതിൻ്റെ എതിരായിട്ട് ദേ ഇങ്ങനെ ഒരു കാന്തം. ഇത് നോർത്ത്, ഇത് സൗത്ത്. അപ്പോൾ അതിൽ നിന്ന് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചൂണ്ടേണ്ടത് ഇങ്ങോട്ടായിരിക്കണം. ഓക്കെ, ഇനി അതിന് നടുക്കായിട്ട് 3D ആണ്, ഇതിന് 3D ആണ്. കണ്ടോ, ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, 3D ആയിട്ടായിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ 3D ആയിട്ട് ഇരിപ്പുണ്ട്. ആരിപ്പുണ്ട്? ഒരു A, ഒരു B, ഇവിടെ നിന്നും ഒരു സാധനം അല്ല, നോക്കണ്ട, എവിടെ നിന്ന് എന്താണ്, ഒരു C, ഒരു D. ഇനി എയിൽ നിന്നൊരു സംഭവം വന്ന് ഒരു റിങ്ങിലോട്ട് കൊടുത്തിട്ടുണ്ട്, ഈ റിങ്ങിൻ്റെ പേര് R1. ഡിയിൽ നിന്ന് വരുന്നതും ഒരു റിങ് കൊടുത്തിട്ടുണ്ട്, ആ റിങ്ങിൻ്റെ പേര് R2. ബ്രഷ്, ഓക്കെ, R1 കൊടുത്തിരിക്കുന്ന ബ്രഷിൻ്റെ പേര് B1, R2 കൊടുത്തിരിക്കുന്ന ബ്രഷിൻ്റെ പേര് B2. ഇനി എന്താ ചെയ്തേക്കുന്നത്, ഈ B1 നിന്നൊരു കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ കൊടുത്തു, B2 നിന്നൊരു കണക്ഷൻ എടുത്തിട്ട് ബാറ്ററിയുടെ എന്തിൽ കൊടുത്തു, നെഗറ്റീവ് ടെർമിനലിലും കൊടുത്തു. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ഇവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യും, ഇവിടെ പോസിറ്റീവ് ഇത് നെഗറ്റീവിലോട്ട്. അപ്പോൾ കറണ്ട് എങ്ങോട്ട് പോകും, ആദ്യം B1 ബ്രഷിൽ പോവും, എന്നിട്ട് R1 പോവും അല്ലേ. ആദ്യം B1 പോവും, എന്നിട്ട് എങ്ങോട്ട് പോകും, R1 പോവും, എന്നിട്ട് നേരെ പോയിട്ട് എയിലെത്തും, അവിടുന്ന് ബിയിലെത്തും, അവിടുന്ന് സിയിലെത്തും, അവിടുന്ന് ഡിയിലെത്തും, തിരിച്ചും വരും. ആണോ അല്ലേ? അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ദിശ എങ്ങനെയാണ്, ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണ്, നോക്കിയേ. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും ആദ്യം ബിയിലെത്തുന്നു, അവിടുന്ന് R1 എന്ന റിങ്ങിലെത്തുന്നു, അവിടുന്ന് എയിലെത്തുന്നു, അവിടുന്ന് ബിയിലെത്തുന്നു, അവിടുന്ന് സിയിലെത്തുന്നു, അവിടുന്ന് ഡിയിലെത്തുന്നു, തിരിച്ച് R2 B2 തിരിച്ചു വരും. അപ്പോൾ എന്ത് പറ്റും ഒന്ന് നോക്കിയടാ, എന്താ ഇവിടെ പറ്റുന്നത്? സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, വലിയ പാടൊന്നുമില്ല കേട്ടോ. ഇത് മനസ്സിലാക്കിയാൽ സിമ്പിളാണ്, മനസ്സിലായില്ലെങ്കിൽ ചുമ്മാ കാണാതെ പഠിക്കേണ്ടി വരും. എനിക്ക് കാണാതെ പഠിക്കുന്ന പരിപാടി അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, എൻ്റെ ലോക്കൽ സെറ്റപ്പിൽ എൻ്റെ സൂം വർക്കാവുന്നില്ല. ഒരു സെക്കൻഡ്. ഓക്കെ, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ ഹിറ്റാക്കിയിട്ട് വേണം എനിക്ക് എന്ത് വാങ്ങിക്കാൻ, എനിക്ക് ഈ പറയുന്ന ഏത് വാങ്ങിക്കാൻ, ഐപാഡൊക്കെ വാങ്ങിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, വൺ സെറ്റപ്പിലേക്ക് ക്ലാസ്സസ് എടുക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റിലോട്ട് നോക്കാം. മോട്ടോർ നോക്കിയേ. ആർമേച്ചർ ഈസ് മെയ്ഡ്. എന്താണ് ആർമേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർമേച്ചർ ഈസ് മെയ്ഡ് ബൈ വൈൻഡിങ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ അറൗണ്ട് എ സോഫ്റ്റ് അയൺ കോർ ഓഫ് സ്യൂട്ടബിൾ ഷേപ്പ്. കണ്ടല്ലോ, കമ്പിയിൽ ചുറ്റി വെച്ചേക്കുന്നതാണ്. അത് PQ എന്ന ആക്സിസിൽ, ഇതാ കണ്ടോ, പിയും ക്യൂവും കണ്ടായിരുന്നു, PQ ആക്സിസിൽ, ഈ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് അത് ചെയ്തു വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്ക്വയർ ഷേപ്പിൽ അത് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലോട്ട് നോക്കാം. ഇനി ശ്രദ്ധിച്ച് നോക്കണേ. ഈ പടത്തിലോട്ട് നോക്കിക്കോ. AB എന്ന് പറയുന്ന കണ്ടക്ടർ കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. അത് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുകയാണ്. അതിലൊരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ. ABയിൽ ഫോഴ്സ് ഉണ്ടാവും. ABയിലെ ഫോഴ്സ് എങ്ങനെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. നോക്കിയേ, ഇത് നോർത്ത് പോള്, ഇവിടെ ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. കണ്ടക്ടർ ഇരിക്കുന്നത് ഇങ്ങനെയാണ്, എയിൽ നിന്ന് ബിയിലോട്ടാണ് കറണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ വിരൽ വയ്ക്കുക, എൻ്റെ ഒപ്പം വിരൽ വെച്ച്. നോർത്ത് ടു സൗത്ത് ഇത് ഇങ്ങനെയാണ് വിരലിരിക്കുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഇവിടെ നിന്ന് എയിൽ നിന്ന് ബിയിലോട്ട്. അപ്പോൾ എങ്ങോട്ടാണ്, കൈ തിരിക്കണം, അങ്ങോട്ട് ആണോ അല്ലേ? തമ്പ് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, താഴോട്ട്. എങ്ങോട്ടാണ്, താഴോട്ട്. അപ്പോൾ നോക്കിയേ, ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ AB എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡൗൺവേർഡ്. പിടികിട്ടിയോ? AB എന്ന കണ്ടക്ടർ ഇങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങൾ നേരെ ഇരിക്കുക എന്ന് വിചാരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് എൻ്റെ ഇടത്ത് നിന്ന്, മൈക്ക് പഠിച്ച് പൊട്ടിച്ചതിന്, ഇടത്ത് നിന്ന് വലത്തോട്ട്. മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് എയിൽ നിന്ന് ബിയിലോട്ട്, തമ്പ് താഴോട്ട്. ഫോഴ്സ് എങ്ങോട്ടായിരിക്കും അപ്പോൾ, ഡൗൺവേർഡ്. അടുത്ത ചോദ്യം, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സൈഡ് CD. CD യിൽ എന്താ പറ്റുന്നത്? അപ്പോൾ CD വരയ്ക്കാം നമുക്ക്. എടാ, ഇത് AB,
ഇവിടുന്ന് സി, ഇവിടുന്ന് ദേ ഈ കാണുന്നതാണ് ഡി. മാഗ്നറ്റിക് ഫീൽഡിന് മാറ്റമൊന്നുമില്ല. പക്ഷെ കറണ്ട് എവിടെ നിന്നാണ് വരുന്നത്? സിയിൽ നിന്ന് ഡിയിലോട്ട്. അപ്പോൾ എൻ്റെ ഈ വിരൽ എങ്ങോട്ടായിരിക്കും? എൻ്റെ നേരെ ആയിരിക്കും. തമ്പ് എങ്ങോട്ട് പോയിന്റ് ചെയ്യും? മുകളിലോട്ട്. അപ്പോൾ സി ഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? എങ്ങോട്ടായിരിക്കും? അപ്വേർഡ് ആയിരിക്കും. എങ്ങോട്ടായിരിക്കും? അപ്വേർഡ് ആയിരിക്കും അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, കറണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ തമ്പ് കണ്ടോ, വിരൽ ഇങ്ങോട്ട് വരും, കണ്ടോ ഇങ്ങോട്ട് വരും. തമ്പ് മുകളിലോട്ട് പോയിന്റ് ചെയ്യും. എന്ത് പറ്റും? അപ്വേർഡ്. എങ്ങോട്ടാണ്? അപ്വേർഡ് ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊരു സ്ക്വയർ സാധനം. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഇവിടെ ഫോഴ്സ് താഴോട്ട്, ഇവിടെ ഫോഴ്സ് മുകളിലോട്ട്. അപ്പം എന്ത് പറ്റും? ഇവിടെ താഴോട്ട്, ഇത് മുകളിലോട്ട്. ഇത് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും അല്ലെ? ഇതെന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഈ ആർമേച്ചർ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, വാട്ട് ആർ ദ എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ആർമേച്ചർ ബൈ ദ ഫോഴ്സസ് എക്സ്പീരിയൻസ്ഡ് ഓൺ എ ബി ആൻഡ് സി ഡി? എന്ത് പറ്റും? റൊട്ടേറ്റ് ചെയ്യും. എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും? തിരിച്ച് അല്ലേ? അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. സോ നമുക്ക് മനസ്സിലായി, ഒരു ഇലക്ട്രിക് മോട്ടോർ എന്ന് പറഞ്ഞാൽ അത് ഡിവൈസാണ്. അത് ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറ്റും? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റും. ഈ പോയിന്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് തന്നിട്ടുണ്ട്, കാരണം ഇത് കാണാതെ പഠിച്ച് ചോദിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ എന്താ ഇലക്ട്രിക് മോട്ടോർ? ഇത് ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇലക്ട്രിക് മോട്ടോറിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്? നമ്മൾ വൈദ്യുതി അങ്ങോട്ട് കൊടുക്കുന്നു, നമുക്ക് റൊട്ടേഷൻ ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, ബേസ്ഡ് ഓൺ ദ മോട്ടോർ പ്രിൻസിപ്പിൾ ഈസ് ഇൻ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓൺ സൈഡ് എ ബി ആൻഡ് സി ഡി അല്ലേ? എ ബിയിൽ താഴോട്ടാണെങ്കിൽ സി ഡി മുകളിലോട്ട്. അപ്പോൾ ഓപ്പോസിറ്റ് വശങ്ങളല്ലേ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അതേ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഈവൻ ദോ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡസ് നോട്ട് ചേഞ്ചസ്. മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് തന്നെയാണ്. ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പക്ഷേ എ ബിയിലും സി ഡിയിലും ഓപ്പോസിറ്റ് ദിശയിലുമാണ്. എന്തുകൊണ്ടാണ്? കാരണം അത് കറണ്ടിൻ്റെ ദിശ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ്. എ ബിയിൽ അങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്തത്, സി ഡിയിൽ ഇങ്ങോട്ടാണ്. സോ എ ബിയിൽ ഫോഴ്സ് താഴോട്ട്, സി ഡിയിൽ ഫോഴ്സ് മുകളിലോട്ട്. അപ്പോൾ എന്ത് പറ്റും? ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങും. അങ്ങനെ പകുതി കറങ്ങി കഴിഞ്ഞു. എന്തായിരിക്കും വന്നിട്ടുണ്ടാകുന്ന വ്യത്യാസം? പകുതി കറങ്ങി കഴിയുമ്പോൾ എ ബി ഇരുന്നിടത്ത് സി ഡി വന്നു, അല്ലേ? സി ഡി ഇരുന്നിടത്ത് ആര് വന്നു? എ ബിയും വന്നു. കണ്ടോ, എ ബി ഇരുന്നിടത്ത് സി ഡി വന്നു, സി ഡി ഇരുന്നിടത്ത് ആര് വന്നു? എ ബി വന്നു. പകുതി കറങ്ങി കഴിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ പ്രശ്നം. മോട്ടർ നമുക്ക് വട്ടത്തിൽ കറങ്ങണം അല്ലേ? വട്ടത്തിൽ കറങ്ങി കഴിഞ്ഞാൽ എന്ത് വേണം? എന്നാലേ നമുക്ക് ഗുണമുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. എ ബിയിൽ ഫോഴ്സ് താഴോട്ട്, സി ഡിയിൽ മുകളിലോട്ട്. പകുതി കറങ്ങി കഴിയുമ്പോഴോ തിരിഞ്ഞോ? ആലോചിച്ച് നോക്കി. ഇത് എ ബി, ഇത് സി ഡി. എ ബിയിൽ ഫോഴ്സ് താഴോട്ട്, സി ഡിയിൽ മുകളിലോട്ട്. പകുതി കറങ്ങി കഴിയുമ്പോൾ എന്തായി? എ ബി ഇരുന്നിടത്ത് സി ഡി ആയി, സി ഡി ഇരുന്നിടത്ത് എ ബി ആയി. ഫോഴ്സ് പഴയ പോലെ ആണെങ്കിൽ എന്ത് പറ്റും? ഇത് താഴോട്ട് വരണം, ഇത് മുകളിലോട്ട് വരണം അല്ലേ? എന്നാലേ കണ്ടിന്യൂസ് കറങ്ങാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ചെയ്തിട്ടുണ്ട്. ആ ട്രിക്കാണ് നമ്മൾ ഈ പറയുന്ന സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. നോക്കിയോ, സംഭവം ഇത്രയേ ഉള്ളൂ. വീണ്ടും നമ്മൾ ആ കാന്തം ഒന്ന് വരയ്ക്കുകയാണേ. കണ്ടോ, ഇത് നോർത്ത് പോള്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരാ? അത് ഡി സി ആണ്. ആരാണ്? ഡി സി ആണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നോക്കടാ. കറണ്ട് ഇപ്പോഴും എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? ഇവിടുന്ന് വന്നു, B1 വന്നു. പക്ഷേ B1 കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന ആരാ? R1 ആണോ R2 ആണോ? R2 ആണ് അല്ലേ? ആരാണ്? R2 ആണ്. ഇതാണ് വ്യത്യാസം. കിട്ടിയ സംഭവം നോക്കിക്കോ. ഈ വീഡിയോ ഒന്നുകൂടി നോക്കിക്കോ. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കറങ്ങി തുടങ്ങുമ്പോൾ ശ്രദ്ധിച്ചോളെ, ഇവിടെ നോക്കിക്കോളെ. കറങ്ങി തുടങ്ങുന്ന സമയത്ത് ഇതാണ് അവസ്ഥ. അതായത് ഇവൻ B1, ഇവൻ R1, ഇവൻ B2, ഇവൻ R2. കറങ്ങി കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് നോക്കിക്കോളെ. കണ്ടോ, തിരിഞ്ഞോ. ഇവിടെ B1ഉം ഇവിടെ ആരാണ്? R2. ഇവിടെ B2 ആണെങ്കിൽ ഇവിടെ R1. തിരിഞ്ഞു. അപ്പോൾ ഇവൻ തിരിയുമ്പോൾ കറണ്ട് ഫ്ലോ എന്താണ്? മാറ്റം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. പോസിറ്റീവിൽ നിന്ന് വരുന്നു, B1 വരുന്നു, എന്നിട്ട് എങ്ങോട്ട് പോകും? R1 അല്ല R2 പോവും, എന്നിട്ട് വീണ്ടും പഴയ പടി തന്നെ പോകും. സോ ഫോഴ്സ് ഇപ്പോഴും എങ്ങോട്ട് തന്നെ ആയിരിക്കും? ഈ പറയുന്ന താഴോട്ട് തന്നെ ആയിരിക്കും. ഇവിടെ നോക്കിയേ, ജസ്റ്റ് ബിഫോർ ദ ആർമേച്ചർ സ്റ്റാർട്ട്സ് റൊട്ടേഷൻ. ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നതിന് മുന്നേ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ബ്രഷ് ആൻഡ് സ്പ്ലിറ്റ് റിംഗ് എങ്ങനെയായിരുന്നു? കറണ്ട് പോകുന്നത് ആദ്യം B1, എന്നിട്ട് R1 പോവും, എന്നിട്ട് A B C Dയിൽ പോവും, അടുത്ത് B2 പോയിട്ട് R2 പോവും. എന്നാൽ ഫസ്റ്റ് ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്? ഇപ്പോൾ B1 ടച്ച് ഇരിക്കുന്നത് R2 ആണ്. അപ്പോൾ എന്ത് പറ്റും? കറണ്ട് പോകുന്നത് B1 നിന്ന് R2, എന്നിട്ട് D C B A, എന്നിട്ട് B2 എന്നിട്ട് R
R1 എന്നിട്ട് എങ്ങോട്ടാണ് B2. കണ്ടോ ഇവിടെ R1 ആണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ R1ൽ വന്നിട്ടാണ് എങ്ങോട്ട് പോകുന്നത്, B2 പോകുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ when the armature complete one rotation, how are the contact between the brushes and the rings? അല്ലേ, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുമ്പോൾ വീണ്ടും പഴയ പോലെ പോകും. കണ്ടോ, പഴയ അവസ്ഥയിലെത്തി. വീണ്ടും പകുതി കറങ്ങുമ്പോൾ എന്ത് പറ്റും, വീണ്ടും B1 R1 ABCD തിരിച്ച് R2 B2 തിരിച്ചു വരും. അപ്പോൾ ഓരോ ഹാഫിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നോർത്ത് പോൾ ആലോചിക്കുക. നോർത്ത് പോളിൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന ആരായിരുന്നു, അത് AB ആണ്. പകുതി കറങ്ങി വന്നപ്പോൾ പിന്നെ ഉള്ളത് ആരാണ് അവിടെ, CD ആണ്. രണ്ട് കേസിലും കറണ്ട് ഫ്ലോ ചെയ്ത് എവിടെ നിന്ന് എങ്ങോട്ടാണ്, കറണ്ട് ഫ്ലോ ചെയ്തത് ആദ്യത്തെ കേസിൽ എയിൽ നിന്ന് ബിയിലോട്ട്, രണ്ടാമത്തെ കേസിലും കറണ്ട് ഫ്ലോ ചെയ്ത് എവിടെ നിന്നാ, ആലോചിച്ച് നോക്കിയേ R2 എന്ന റിങ്ങിൽ ആരാ ഒഴിക്കുന്നത്, B1 ആയിരിക്കുന്നത്, കറണ്ട് പോസിറ്റീവ്. അപ്പോൾ ഇപ്പോഴും കറണ്ട് എങ്ങോട്ട് തന്നെയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. പിടികിട്ടിയോ, നോർത്ത് പോൾ ഇരിക്കുകയാണ്. കറണ്ട് AB വന്നാലും ശരി DC വന്നാലും ശരി കറണ്ട് എങ്ങോട്ട് തന്നെ, അങ്ങോട്ട് തന്നെ. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ട് തന്നെ, താഴോട്ട് തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, ചോദ്യം പറയാൻ നോക്കിയേ. അറ്റ് ദ ബിഗിനിങ് ഓഫ് റൊട്ടേഷൻ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ത്രൂ ദ സൈഡ് AB നിയർ ദ പോൾ. AB തുടങ്ങിയ സമയത്ത് നോർത്ത് പോളിൻ്റെ സൈഡിലുള്ള ABയിൽ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു, എയിൽ നിന്ന് ബിയിലോട്ട്, അല്ലേ, എയിൽ നിന്ന് ബിയിലോട്ട്. വാട്ട് എബൌട്ട് ദ സൈഡ് CD നിയർ ദ സൗത്ത് പോൾ. CD-യുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരുന്നു, സിയിൽ നിന്ന് ഡിയിലോട്ട്. ആദ്യത്തെ ഹാഫിലാണ്. വെൻ ഹാഫ് റൊട്ടേഷൻ ഈസ് കംപ്ലീറ്റഡ്, പകുതി കറങ്ങി കഴിഞ്ഞു. അപ്പോൾ ഏത് പിക്ചർ, ഈ പിക്ചർ, മുകളിൽ കാണുന്ന പിക്ചർ. ഓക്കെ, എന്ത് പറ്റും, ഈസ് ഇൻ ദ CD കംസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ നോർത്ത് പോൾ. അതെ, CD ആണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. നോർത്ത് പോളിൻ്റെ അടുത്തിരിക്കുന്നത് ആരാണ്, CD ആണ്. വാട്ട് ഈസ് ഡയറക്ഷൻ ഓഫ് കറണ്ട്, എങ്ങനെയായിരിക്കും, അത് ഡിയിൽ നിന്നും സിയിലോട്ടായിരിക്കും. കണ്ടോ, ഇപ്പോഴും കറണ്ട് ഇങ്ങനെ തന്നെ, ഇവിടെ ആയാലും കറണ്ട് ഇങ്ങനെ തന്നെ. അപ്പോൾ കറണ്ട് ഫ്ലോ മാറുന്നില്ല, മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നില്ല. ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, താഴോട്ട് തന്നെ ആയിരിക്കും. സോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ത്രൂ ദ സൈഡ് AB ദാറ്റ് കംസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സൗത്ത് പോൾ. സൗത്ത് പോൾ എന്തായിരിക്കും, അത് ബിയിൽ നിന്നും എയിലോട്ടായിരിക്കും. സെക്കൻഡ് ഹാഫിനാണ്. സോ വെൻ ദ സൈഡ് AB ആൻഡ് CD റീച്ചസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ നോർത്ത് പോൾ. നോർത്ത് പോളിൻ്റെ അടുത്ത് AB വന്നാലും അല്ലെങ്കിൽ DC വന്നാലും എന്ത് പറ്റും, ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഈസ് ഓൾവേസ് എങ്ങോട്ടായിരിക്കും, അകത്തോട്ട്, ഇൻവേർഡ്, അകത്തോട്ട്, അങ്ങോട്ട്. സോ എന്ത് പറ്റും, സോ വെൻ ദ സൈഡ് AB ആൻഡ് CD റീച്ചസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സൗത്ത് പോൾ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ, എങ്ങോട്ടായിരിക്കും, പുറത്ത് നിന്ന് ഇങ്ങോട്ട്, അല്ലേ, പുറത്ത് നിന്ന് ഇങ്ങോട്ട്. ഇവർ കറങ്ങി അപ്പുറത്തെത്തുമ്പോൾ എന്തായിരിക്കും, ഔട്ട്വേർഡ്, ഇതായിരിക്കും ഔട്ട്വേർഡ്. സോ ഇത്രയേ ഉള്ളൂ സംഭവം. കുറേ പറഞ്ഞു, കൺഫ്യൂഷനൊക്കെ വന്നു എനിക്ക് അറിയില്ല. ലൈവ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നിങ്ങളെ ഡൗട്ട് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോയത്. ഇപ്പോൾ വീഡിയോ ആയതുകൊണ്ട് അറിയില്ല, എന്നാലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ the direction of the current is the same in the parts of the armature that reaches in front of the magnetic pole. ഇത് എൻഷുർ ചെയ്യുന്ന ജോലിയാണ് ആർക്കുള്ളത്, ഇത് ഉറപ്പായിട്ടും തെറ്റാതെ നടക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്, സ്പ്ലിറ്റ് റിങ്ങിൻ്റെയും അതുപോലെ ബ്രഷും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ത് പറ്റുന്നത് പറയുന്ന കാര്യം നോക്കി. നോർത്ത് പോളിനടുത്ത് വരുന്നത് എപ്പോഴും കറണ്ട് അങ്ങോട്ടും, സൗത്ത് പോളിനടുത്ത് വരുമ്പോൾ കറണ്ട് ഇങ്ങോട്ടും തന്നെ ആയിരിക്കും. അതിപ്പോൾ AB വന്നാലും ശരി, CD വന്നാലും ശരി, ഇവിടെ AB വന്നാലും ശരി, ഇവിടെ CD വന്നാലും നോർത്ത് പോളിൻ്റെ കറണ്ട് അങ്ങോട്ട്, സൗത്ത് പോളിൻ്റെ കറണ്ട് ഇങ്ങോട്ട്. സോ നോർത്ത് പോളിനടുത്ത് ഉണ്ടാകുന്ന ഫോഴ്സ് താഴോട്ട്, സൗത്ത് പോൾ ഉണ്ടാകുന്ന മുകളിലോട്ട്. സോ എപ്പോഴും ഈ പറയുന്ന മോട്ടർ കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും. സോ ദ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ ഇൻ ദ മെക്കാനിസം ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് AB ആൻഡ് CD ഇൻ ദ റൊട്ടേഷൻ. തെറ്റാണോ? അതുകൊണ്ടാണ് ഈ പറയുന്ന റോട്ടർ കൃത്യമായി ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ക്ലോക്ക് വൈസ് അല്ലേ കറങ്ങുന്നത് സാറേ എന്ന്. നോർത്ത് പോൾ പറഞ്ഞ് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ കാണുന്നത്. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വർക്കാവുന്നത്, ഒരു മോട്ടോർ വർക്കാവും. ഓക്കെ, ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ അനിമേഷൻസ് കാണുന്നത് കുറച്ചുകൂടി ഇത് വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. കണ്ടോ, കറണ്ട് ഫ്ലോ ഡയറക്ഷനും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. സോ ഇത്രയും മതിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പം നോട്ടിൽ ഞാൻ ഓരോ പോയിന്റ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ഇലക്ട്രിക് മോട്ടോർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റും. അതിൻ്റെ വർക്കിങ്ങിൽ ആർമേച്ചറിൻ്റെ ജോലി എന്താണ്, മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും ചെയ്യുന്നത് എന്താണ്, ഫോഴ്സ് AB എങ്ങോട്ട്, CD എങ്ങോട്ട് എന്നുള്ള കാര്യങ്ങൾ,
ആർമേച്ചറിൻ്റെ ഇഫക്റ്റും റോൾ ഓഫ് ദ സ്പ്ലിറ്ററിങ് കമ്മ്യൂട്ടേറ്ററും എനർജി കൺവേർഷനും ഞാൻ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. നോട്ട് ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യും, ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എനിക്കറിയാം നോട്ട് ഇടാനും അതുപോലെ ക്ലാസ് അപ്ലോഡ് ചെയ്യാനും കുറച്ച് ഡിലേ വരുന്നുണ്ട്, സമയമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.